നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഈ വീട് ഇപ്പൊ ഐശ്വര്യയുടെ പേരിലായി. ഇനി അവള് വന്ന് നമ്മളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ അപ്പ ഇറങ്ങി കൊടുക്കണം, അല്ലാതെ പറ്റില്ല. അമ്മയച്ഛനെ ഞാൻ അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് ഇറക്കി വിടില്ല. തൽക്കാലം ആനന്ദേട്ടൻ ആ സെറ്റിൽ നിന്ന് എഴുന്നേറ്റേ. നല്ല ക്ഷീണം. എനിക്ക് വിശാലമായിട്ട് ഇരിക്കണം. ഒന്ന് എഴുന്നേൽക്കച്ചാ, എന്റെ മമ്മി പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ, അതും ആനന്ദേട്ടൻ ഇരിക്കുന്ന ഇവിടെ തന്നെ ഇരിക്കണോന്ന് സുരഭിക്ക് എന്താ ഇത്ര നിർബന്ധം? ഇവിടെ വേറെ സ്ഥലം കിടക്കല്ലേ? അത് പിന്നെ എനിക്കിപ്പോ ഇവിടെ ഇരിക്കണം, അത്ര തന്നെ. അതെന്താന്നാ ചോദിച്ചേ? വസു, വേണ്ട. ആനന്ദേട്ടാ ഒന്നും മിണ്ടായിരിക്കും. എന്റെ മോളുടെ പേരിലാ ഇപ്പൊ ഈ വീട് എന്ന് പറഞ്ഞ എന്റെ സ്വന്തം വീട്. എന്റെ വീട്ടിൽ ഞാൻ എവിടെ ഇരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഞാനാ. വേണ്ടി വന്നാ ഇപ്പൊ വസുന്ധരേച്ചിയും ആനന്ദേട്ടനെയും ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറക്കി ഞാനും എന്റെ മോളും അവിടെ കയറി കഴിയും. കാണോ? ശ്യാമേ, നീ പറയുന്ന എല്ലാം കേട്ടില്ലേ? ഇനി എന്താ നിനക്ക് മറുപടി പറയാനുള്ളേ? ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ശ്യാമ കാരണം ഓഫീസിൽ ഇവര് തമ്മിൽ പൊരിഞ്ഞടി. സുരഭി പറയുന്നത് ശരിയാ. ഇതിപ്പോ അവരുടെ മോളുടെ വീടല്ലേ? മറ്റാരോടും ചോദിച്ചില്ല എന്നുള്ളത് പോട്ടെ. ഈ വീട് സ്വത്തുമെല്ലാം ഐശ്വര്യയുടെ പേരിൽ എഴുതി കൊടുക്കുമ്പോ ഒരു നിമിഷം എന്നെ ആനന്ദേട്ടനെ നീ ഓർക്കാത്തതെന്താ? ഇനി ഞാനും ആനന്ദേട്ടനും എന്റെ മക്കളും ഇവിടെ ഐശ്വര്യയുടെയും സുരഭിയുടെയും ആട്ടും തുപ്പും കേട്ട് കഴിയണോ അല്ലേ? കിട്ടില്ല, അതിനെന്നെ കിട്ടില്ല, ഉറപ്പായിട്ടും കിട്ടില്ല. പിന്നെ വസുന്ധര ഉണ്ടാവില്ല. എല്ലാരും ഓർത്തോ. ആനന്ദേട്ടൻ വന്നേ. ഐശ്വര്യ തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ സൂക്ഷിച്ചോ ശ്യാമേ. ഞാൻ മുന്നേ പറഞ്ഞു കേസ് പ്രതികൂലമായി വരാൻ സാധ്യതയുണ്ടെന്ന്. അശ്വതിയുടെ മൊഴി കറക്റ്റ് ആയിരിക്കണം. സർ, അരുണേനും അശ്വതീശയ്ക്കും ഒരു പ്രശ്നം വരാതെ എങ്ങനെയെങ്കിലും ഈ ഡിവോഴ്സ് ഒന്ന് ശരിയാക്കി തരണം.
അതിന് ഞാൻ കൂടി സമ്മതിക്കണ്ടേ? അഡ്വക്കേറ്റ് ജോൺസൺ സാമുവലിന് ഇന്ന് അത്ര നല്ല ദിവസം അല്ലല്ലോ. അതെന്താ? ഇന്ന് കോടതിയില് വക്കീല് തലയും കുനിച്ച് ഇറങ്ങി വരുന്ന രംഗം താമസിയാതെ എല്ലാരും കാണും. കോടതിയില് വക്കീലിന്റെ ബുദ്ധിയും തന്ത്രങ്ങളും ഒക്കെ ആവുന്ന നിലയ്ക്ക് പയറ്റിക്കോ. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല വക്കീലെ. എതിർപക്ഷത്തെ ഞാനാ, ഐശ്വര്യ. ഇന്ന് ഡിവോഴ്സ് കിട്ടില്ല എന്ന് മാത്രമല്ല, ഒടുവിലെ വാദി പ്രതിയാകും. ശ്യാമേ, എങ്ങും പോവരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. അതെന്തിനാണെന്നല്ലേ പറയാം. കോടതി ഇന്ന് അരുണിനെ അശ്വതിയെയും ജയിലിലേക്ക് അയക്കുന്നതൊന്ന് നേരിട്ട് കാണാൻ. മനസ്സിലായോ? ശരി വക്കീലെ. ശ്യാമേ, അപ്പൊ താമസിയാതെ കോടതി കാണാം. ഓക്കെ? അരുൺ ഡിവോഴ്സിന് തയ്യാറാണോ? തയ്യാറാണ്. ഡോക്യുമെന്റ്സ് പരിശോധിച്ചതനുസരിച്ച് ഐശ്വര്യയ്ക്ക് കിട്ടാനുള്ള ജീവനാംശമെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ഐശ്വര്യ ഡിവോഴ്സിന് തയ്യാറാണോ? തയ്യാറല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.